60 വർഷത്തിലേറെയായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേനയുടെ നട്ടലായ KC-135 സ്ട്രാറ്റോ ടാങ്കർ ഇറാഖിൽ കഴിഞ്ഞ ദിവസം തകർന്നു വീണു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി പടിഞ്ഞാറൻ ഇറാഖിൽ US വ്യോമസേനയുടെ KC-135 സ്ട്രാറ്റോ ടാങ്കറാണ് തകർന്നു വീണത്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ബോയിംഗ് നിർമ്മിച്ച ഇന്ധനം നിറയ്ക്കുന്ന വിമാനത്തിന് ഏകദേശം $39.6 മില്യൺ വില വരും. 6 പതിറ്റാണ്ടിലേറെയായി ഇത് ഒരു കോർ ഏരിയൽ ടാങ്കറായി പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പടിഞ്ഞാറൻ ഇറാഖിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൗത്യത്തിനിടെ ഒരു US സൈനിക ഇന്ധനം നിറയ്ക്കുന്ന വിമാനം തകർന്നു വീണതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡും അറിയിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേന പ്രവർത്തിപ്പിക്കുന്ന ബോയിംഗ് KC-135 സ്ട്രാറ്റോ ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. സെൻട്രൽ കോർപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുമായി ബന്ധപ്പെട്ട ഒരു ദൗത്യത്തിനിടെ സൗഹൃദ വ്യോമാതിർത്തിയിലാണ് സംഭവം നടന്നത് എന്ന് UN അറിയിച്ചു. 2 വിമാനങ്ങളാണ് സംഭവത്തിൽ ഉൾപ്പെട്ടത്. ഒരു വിമാനം പടിഞ്ഞാറൻ ഇറാഖിൽ തകർന്നു വീണപ്പോൾ രണ്ടാമത്തെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ശത്രുതാപരമായ വെടിവെപ്പോ സൗഹൃദപരമായ വെടിവെപ്പോ അല്ല അപകടത്തിന് കാരണമെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തിന് തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തിരച്ചിൽ വീണ്ടെടുക്കൽ സംഘങ്ങളെ സ്ഥലത്തേക്ക് അയച്ചു. വിമാനത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിരുന്നില്ല. അവരുടെ അവസ്ഥ ഇപ്പോഴും അജ്ഞാതമാണ്. ഒരു പ്രസ്താവനയിൽ സെൻകോം ഇങ്ങനെ പറഞ്ഞു: ഒരു KC-135 അമേരിക്കൻ വ്യോമ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം നഷ്ടപ്പെട്ടതായി ഞങ്ങൾക്കറിയാം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ സമയത്ത് സൗഹൃദ വ്യോമാതിർത്തിയിലാണ് സംഭവം നടന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമാണ്. 2 വിമാനങ്ങൾ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നു. പടിഞ്ഞാറൻ ഇറാഖിൽ ഒരു വിമാനം തകർന്നു വീണു. രണ്ടാമത്തെ വിമാനം ലാൻഡ് ചെയ്തു.